ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നത് ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ കേരള PSCയുടെ യോഗ തീരുമാന പ്രകാരം വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട തസ്തികയെ പറ്റി പറയുവാനാണ്. അതായത് HSST, അതായത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ നോട്ടിഫിക്കേഷൻ വരികയാണ്. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. അധ്യാപന ജോലി ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് ഗ്രാജുവേഷനും ഒപ്പം തന്നെ BEdും സെറ്റും ക്വാളിഫൈ ചെയ്ത ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പോസ്റ്റുകളിൽ ഒന്നാണ് ഈ ഒരു ഹയർ സെക്കൻഡറി അധ്യാപനം എന്ന് പറയുന്നത്. ഇതിലെ കെമിസ്ട്രി മേഖലയിലുള്ളവർക്കും ഫിസിക്സ് മേഖലയിലുള്ളവർക്കും നല്ല അവസരമാണ് വന്നിരിക്കുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവസാനമായിട്ട് നടന്ന പരീക്ഷയുടെ അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമാണ് ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയുവാൻ കഴിയുകയുള്ളൂ. പൊതുവെ PSC ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് തന്നെ ഇത് തന്നെയായിരിക്കും നിലവിലുള്ള മാനദണ്ഡം എന്ന് കണക്കാക്കി വേണം നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യാൻ. അപ്പോൾ അവസാനമായിട്ട് നടന്ന എക്സാമിനേഷൻ ഡീറ്റെയിൽസ് നോക്കാം. അന്ന് കാറ്റഗറി നമ്പർ 740/2021 എന്ന നമ്പറിലായിരുന്നു ഈ ഒരു എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നത്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കെമിസ്ട്രി എന്നുള്ളതായിരുന്നു അന്നത്തെ പോസ്റ്റിന്റെ പേര്. ഇപ്പോഴും ഇത് തന്നെയായിരിക്കും പോസ്റ്റിന്റെ പേര്. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്കാണ്. സാലറി നല്ല സാലറിയാണ്. 45,600 തുടങ്ങി 95,600 അവസാനിക്കുന്ന ആകർഷകമായ ശമ്പളമുള്ളൊരു ജോലിയാണ്. പ്രായപരിധി എന്ന് പറഞ്ഞാൽ 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള പ്രായപരിധിയിലാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഇതിന്റെ എക്സാമിനേഷന്റെ DOE നിലവിൽ വന്നത് 29/8/2024 ആയിരുന്നു. അന്ന് എക്സാമിനേഷന്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് കേവലം 35.67 മാർക്ക് മാത്രമായിരുന്നു. ഈ ഒരു എക്സാമിനേഷന് മാക്സിമം മാർക്കായിട്ട് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് കേവലം 43.33 മാർക്കുമായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് ടോട്ടൽ അഡ്വൈസ് പോയത് 65 ആണ്. അതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 60 പേര് മാത്രമായിരുന്നു. അതായത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് അഡ്വൈസ് പോയിട്ടുള്ള ഒരു എക്സാമിനേഷൻ കൂടി ആയിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 741/2021 എന്ന നമ്പറിൽ വന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ഫിസിക്സ് ആണ്. ഈ ഒരു എക്സാമിനേഷനെ പറ്റി എടുക്കുകയാണെങ്കിൽ ഇവിടെയും സാലറി സെയിം തന്നെയാണ്, പ്രായപരിധിയും സെയിം തന്നെയാണ്. ഇവിടുത്തെ DOE എന്ന് പറയുന്നത് 5/12/2023 വന്നു. ഇവിടുത്തെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് കേവലം 35.67 മാർക്കായിരുന്നു. മാക്സിമം മാർക്കായിട്ട് വന്നത് 48.67 മാർക്കും. അന്ന് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 101 ഉദ്യോഗാർത്ഥികളായിരുന്നു. അതിൽ നിന്ന് 22 പേർക്ക് അഡ്വൈസ് പോയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ രണ്ട് തസ്തികയിലേക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത എന്താണ് എന്നുള്ളത് ആദ്യം തന്നെ പറയാം. അതിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടായിരിക്കണം. ബന്ധപ്പെട്ട വിഷയങ്ങൾ ഫിസിക്സിലാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രിയിലാണെങ്കിൽ കെമിസ്ട്രിയിൽ ഉണ്ടായിരിക്കണം. മാത്രമല്ല ഈ വിഷയത്തിൽ 50% കുറയാത്ത മാർക്കും ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് നിങ്ങൾ BEd അല്ലെങ്കിൽ BEdന് തത്തുല്യമായിട്ടുള്ള ഒരു യോഗ്യത നേടിയവരായിരിക്കണം. ഇത് കൂടാതെ നിങ്ങൾ മിനിമം സെറ്റ് എങ്കിലും പാസ്സായിട്ടുണ്ടായിരിക്കണം എന്നത് അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യതയാണ്. ഇത് രണ്ട് വിഷയങ്ങളിലും സെപ്പറേറ്റ് ആയിട്ട് നേടിയിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ 3 യോഗ്യതകൾ ഉണ്ടെങ്കിൽ, ഈ 3 മാനദണ്ഡങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു യോഗ്യതയുള്ളവർ ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കുക. ഒരു അധ്യാപന മേഖലയിൽ കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന ശമ്പളമുള്ള, അത്യാവശ്യം നല്ല സ്റ്റാറ്റസ് ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളായിട്ട് മുമ്പോട്ട് പോവുക. ഈ 2 സബ്ജക്റ്റിന്റെയും കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും മാത്രമല്ല ഈ കോഴ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിനും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.